എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങളിങ്ങനെ ആദ്യത്തൊരു ട്രിപ്പാട്ടോ, കുഞ്ഞു ബേബി ആയിട്ട്. അപ്പോൾ അതെന്തായാലും ദീപ്തിയും ഈതൻകുട്ടനും അപ്പൂസും എല്ലാവരും ഉണ്ട്. കുഞ്ഞുകുട്ടൻ ബാക്കിൽ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഫിലിപ്പ് ഐലൻഡിലെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോകണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പൊക്കെ കാരണം ഔട്ട് സൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണം ചോക്ലേറ്റ് ഫാക്ടറി ആകുമ്പോൾ മാത്രം കുഴപ്പമില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചോക്ലേറ്റ് ഫാക്ടറിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ഇനി തുടങ്ങിയുള്ള നമ്മുടെ യാത്രയിലെ നമ്മുടെ പുതിയ താരം കുട്ടൂസ്. അങ്ങനെ അപ്പൂസും ഈതൻകുട്ടനും കുട്ടുബേബിയൊക്കെ ബാക്കിലിരിക്കുകയാണ്. മമ്മി പോയിട്ടുള്ള ശേഷം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് അത്. അപ്പോൾ നമ്മളിന്ന് ഫിലിപ്പ് ഐലൻഡാണ് പോകുന്നത്. അപ്പോൾ ഫിലിപ്പ് ഐലൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. പക്ഷേ ഫിലിപ്പ് ഐലൻഡിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 days ട്രിപ്പൊക്കെ ആണെങ്കിൽ ഫിലിപ്പ് ഐലൻഡിൽ നമുക്ക് ഒത്തിരി കാണാനുണ്ട്. ഒന്ന് പെൻഗ്വിൻ പരേഡ്, അത് കഴിഞ്ഞ് ചർച്ചിൽ ഐലൻഡ്, അത് കഴിഞ്ഞ് ഒരു വൈൽഡ് ലൈഫ് പാർക്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ചോക്ലേറ്റ് ഫാക്ടറി ഉൾപ്പെടുത്തണം. അപ്പോൾ ഒരു 2 days ട്രിപ്പാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങളങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി എത്തി. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു 11:30-12 മണിയായി. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ ടു സൺഡേ എല്ലാ ദിവസവും രാവിലെ 10 തൊട്ട് 5 വരെ ഇത് ഓപ്പണാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ടൂറ് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നത് 4 മണി വരെ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ നോക്കണം. കൊച്ചുമായിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പായിട്ടത്. പിന്നെ പുറത്ത് നല്ല തണുപ്പായിരുന്നു, അവനെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി എൻട്രിയിലേക്ക് നമ്മൾ എത്തി. ഇപ്പം നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം ഈ ഫുള്ള് ഡെമോൺസ്ട്രേഷൻസ് ഓരോന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞ ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുമ്പോഴും അതിൻ്റെ ഫുൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അഡൽറ്റും ഫാമിലിയും ചിൽഡ്രനൊക്കെ. അത് നോക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. ടിക്കറ്റ് നമുക്ക് തരുന്നത് രസമാണ്. ടിക്കറ്റ് ഇരിക്കുന്നത് ശരിക്കും ചോക്ലേറ്റാണ് ടിക്കറ്റായിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഫുള്ളായി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ കഴിഞ്ഞ ട്രിപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന ടോണിയും നീനും നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമ്മളോട് ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോണ സമയത്ത് റോഡ് സൈഡിലൊക്കെ കാണുന്ന മരത്തുമ്പോൾ ചോക്കോസൊക്കെ കിടക്കില്ലേ, ആ ഒരു ഫീല് കിട്ടാവുന്ന രീതിയിലുള്ള പരിപാടികൾ. അതുപോലെ തന്നെ ഈ ചോക്കോസ് എങ്ങനെയാണ് ചോക്ലേറ്റ് ആയിട്ട് മാറ്റണേ, ഇതൊക്കെ ഒറിജിനൽ സംഭവം കേട്ടോ. അതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഓസ്ട്രേലിയയുടെ മാപ്പാണ്. ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞാൽ മൈക്കിൾ ആഞ്ചലസും ഉണ്ടാവും. 100% ചോക്ലേറ്റും ഉണ്ടാക്കിയാണ് ഒരു കിഡിലൻ സ്റ്റാച്ചു കേട്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് വില്ലേജ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ട്രെയിനൊക്കെ പോകുന്നതും പിള്ളേർക്ക് നല്ല രസം. ഇത് മെയിനായിട്ട് കിഡ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിലേ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. എന്താ ബ്യൂട്ടി എന്ന് അറിയാമോ, എവിടെ തിരിഞ്ഞാലും അവർക്കുള്ള ഗെയിംസും കാര്യങ്ങളും ചോക്ലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിലാണ് ഗെയിംസ് ഒക്കെ അറേഞ്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് കിട്ടണോ ഈ ചോക്ലേറ്റിൻ്റെ കൂടെ ഒരു ബാർകോഡുള്ളൊരു പേപ്പർ കിട്ടിയാണോ. ഈ ബാർകോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് 10 ഗെയിംസ് വരെ കളിക്കാം. അപ്പോൾ ഇങ്ങനെ പല വെറൈറ്റി ഗെയിംസുകളുണ്ട്. ഇത് കളിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു കറക്റ്റായിട്ട് ഗെയിം വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോൾ കിട്ടും. ആ ബോൾ നമ്മൾ എക്സിറ്റ് അടിക്കുന്ന സമയത്ത് പുറത്തിറങ്ങുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ചോക്ലേറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ്റെ വാളൊക്കെ കണ്ടോ, ആർട്ട് വർക്കും പെയിൻറ്റ് വർക്കൊക്കെ ചെയ്ത് അടിപൊളി, എന്ത് ബ്യൂട്ടിയാന്ന് പറയുമ്പോൾ കാണാനായിട്ട്. എനിക്ക് ചോക്ലേറ്റ് ടൂറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണത്. അതായത് ചോക്ലേറ്റിനുള്ളൊരു വാട്ടർഫോൾസ്. അതായത് 3 മിനിറ്റിൽ 400 കിലോ ചോക്ലേറ്റാണ് ഇവിടെ ഉണ്ടാക്കണേ.
ഇത് കണ്ടോ, ഇതിങ്ങനെ വീണ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെളിവെള്ളം വീണ പോലില്ലേ, പക്ഷെ പ്യൂർ ചോക്ലേറ്റ്. എന്തോ ഭംഗി നോക്കിയല്ലേ. പിന്നെ ഇത് നല്ല രസകരമായൊരു സംഭവമാണ്. നമുക്ക് സ്വന്തമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതുകൊണ്ട് പല മോഡലുകളിൽ നമ്മുടെ പേരെഴുതാം. അത് കഴിഞ്ഞ് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ എൻഡിൽ വരും. അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചോക്ലേറ്റൊക്കെ നമുക്ക് ഒത്തിരി ടേസ്റ്റ് ചെയ്യാം. അതായത് മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. ഇപ്പോൾ പിള്ളേർക്ക് കുറുക്കൻ കളിയായിരുന്നു. അതായത് ചോക്ലേറ്റ് തീറ്റിയിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് ഉണ്ടാക്കിയ ചോക്ലേറ്റ് അവിടെ ഒന്ന് വീഴും. പിന്നെ ഈ കാണുന്ന രസകരമായിട്ടൊരു ഗെയിം കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തിരിക്കണ ഒരു ചെറിയ കട്ട കണ്ടോ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടൺ പ്യുവർ ചോക്ലേറ്റാണ്. ഇതിൽ നമ്മൾ വെയിറ്റ് നോക്കണം. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ പിടിച്ച് ഇരുത്തി അതിനകത്ത് കയറിയിട്ട് അവസാനം നമ്മളത് വെയിറ്റ് പൊക്കിയിട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഫോട്ടോ സെക്ഷൻ്റെ ആ ഫോട്ടോ നമുക്ക് ഇറങ്ങുമ്പോൾ അവർ തരും. ഫോട്ടോ വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ കേട്ടോ. ആ ഫോട്ടോ തന്നെ അവിടെ പൈസയൊക്കെ വാങ്ങിക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവരുടെ സ്റ്റാഫ് തന്നെ ആ ചോക്ലേറ്റ് പല മോഡലിൽ ഉണ്ടാക്കി അച്ചിലൊക്കെ വെച്ച് ചെയ്യുന്ന നമുക്ക് കാണാനൊക്കെ പറ്റും കേട്ടോ. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ട് തന്നെ. അതുപോലെ തന്നെ പിള്ളേർ സ്കൂൾ വെക്കേഷനിലും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടി കേട്ടോ. പിന്നെ ഒരു ഹോൾ ഡേ ഒന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. പിലിപ്പ് ഐലൻഡ് വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സ്പോട്ടും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു പിലിപ്പ് ഐലൻഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്യേണ്ട 2 ദിവസം ഉണ്ടെങ്കിൽ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ സ്ഥലമാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്യൂച്ചറിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ അത് ഉപകാരപ്പെട്ടോളും. അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത് തന്നെ അതിനോട് ചേർന്നൊരു കഫേയുടെ അധികം ഒത്തിരി സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു അടിപൊളി കഫേയാണ്. വന്ന് ഒരു കോഫിയോ അല്ലെങ്കിൽ സ്നാക്സ് നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൊണ്ടുവന്ന് തരുന്നത് ഒരു കുഞ്ഞു റോബോട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും. ഇതിനപ്പോസിനും നമ്മുടെ ജോക്കൂട്ടറൊക്കെ അടിപൊളി ഇതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് നടക്കായിരുന്നു. പിന്നെ നമ്മൾ 2 കോഫിയൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഫാക്ടറിയിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ആ കഫേയോട് ചേർന്ന് തന്നെ ഒരു ചോക്ലേറ്റും അതുപോലെ സൊവീനിയേഴ്സും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ പല മോഡലുള്ള കുറേ ഇതൊക്കെ ഉണ്ട്, സ്വീറ്റ്സ്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ചെറിയൊരു ഷോപ്പും കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആട്ടോ. ഞങ്ങളങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ഇതുകൂടെ ഇന്നത്തെ ചോക്ലേറ്റ് ഫാക്ടറി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അപ്പൂസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഫാക്ടറി? അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.